സമീപ വർഷങ്ങളിൽ ആഗോള താപനില ഉയരുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇത് കടുത്ത കാലാവസ്ഥയിലേക്കും കാട്ടുതീയിലേക്കും പ്രകൃതി ദുരന്തങ്ങളിലേക്കും നയിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ അതിന് ആഴമേറിയതും ആത്മീയവുമായ പ്രാധാന്യമുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണെങ്കിലും സൃഷ്ടി തന്നെ പാപത്തിന്റെ ഭാരത്താൽ ഞെരങ്ങുകയും വീണ്ടെടുപ്പിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ പ്രസവിക്കുന്നതിന് മുൻപ് വർദ്ധിച്ചുവരുന്ന വേദന അനുഭവിക്കുന്നതുപോലെ ഭൂമി വർദ്ധിച്ചുവരുന്ന ദുരിതം അനുഭവിക്കുന്നു. വർദ്ധിച്ചുവരുന്ന താപനില, വരൾച്ച, ദുരന്തങ്ങൾ എന്നിവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകം പാപം നിമിത്തം തകർന്നിരിക്കുന്നുവെന്നും ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനായി അത് ആഗ്രഹിക്കുന്നുവെന്നുമാണ്. വെളിപ്പാട് 16 ഇപ്രകാരം കാണുന്നു: നാലാമത്തെ ദൂതൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. സൂര്യന്റെ തീ കൊണ്ട് ആളുകളെ ദഹിപ്പിക്കാൻ അനുവാദം ലഭിച്ചു. അവർ കഠിനമായ ചൂടിൽ വാടിപ്പോയി. ഈ ബാധകളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ അവർ ശപിച്ചു. പക്ഷേ അവർ മാനസാന്തരപ്പെട്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ വിസമ്മതിച്ചു. എന്നാൽ കർത്താവിന്റെ ദിവസം ഒരു കള്ളനെ പോലെ വരും. ആകാശം ഒരു മുഴക്കത്തോടെ അപ്രത്യക്ഷമാകും. മൂലകങ്ങൾ തീയാൽ നശിപ്പിക്കപ്പെടും. ഭൂമിയും അതിൽ ചെയ്തിരിക്കുന്നതെല്ലാം തുറന്നു കാട്ടപ്പെടും. മുൻകാലങ്ങളിൽ ദൈവം ലോകത്തെ വെള്ളം കൊണ്ട് ന്യായം വിധിച്ചു. എന്നാൽ ബൈബിൾ നമ്മോട് പറയുന്നത് അന്തിമ ന്യായവിധി തീയാൽ ആയിരിക്കുമെന്നാണ്. വർദ്ധിച്ചുവരുന്ന ചൂടും കാട്ടുതീയും ഈ പ്രവചനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനായി ഒരുങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭൂമിയുടെ താപനില ഉയരുന്നത് വെറുമൊരു ശാസ്ത്രീയ പ്രശ്നമല്ല, മറിച്ച് ലോകം കടന്നു പോകുകയാണെന്നും യേശു ഉടൻ വരുമെന്നും അത് ഓർമ്മിപ്പിക്കുന്നു. നാം അവനിലേക്ക് തിരിയുകയും അവന്റെ തിരിച്ചുവരവിനായി ഒരുങ്ങുകയും വേണം.